ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവൾ നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏകദേശം 6 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചിട്ടാണ്. ഒരു പെൺകുട്ടി രാവിലെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എൻ്റെ മുടി നോക്കിക്കേ, എൻ്റെ കമ്മൽ നോക്കിക്കേ, എൻ്റെ മൂക്കുകുത്തി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എൻ്റെ ഡ്രസ്സൊക്കെ നോക്കിക്കേ, എല്ലാം ഓക്കെ ആണോ? എങ്ങനെയുണ്ട്? നിനക്ക് എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് രാവിലെ നിങ്ങളോട് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോഴത്തേക്കും ഒന്ന് പോയേടി, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഓടിച്ചു വിടാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ അവളുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റാകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ ഇതിന് മുമ്പ്? അതോ നിങ്ങൾ ഇനി ബ്രേക്കപ്പ് ആയതാണോ? നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? ഇങ്ങനെ ഓരോന്ന് നിങ്ങളോട് എപ്പോൾ ഇങ്ങനെ കുത്തി ആരെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാകും. കാരണം നിങ്ങളിപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണോ? നിങ്ങൾക്കിനി ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ അവൾ പുറകെ നടന്നിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി പുറകെ നടന്നിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി പുറകെ വന്നിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അവരെ അടിച്ച് ഓടിച്ച് വിടാതെ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈനൊക്കെ പെട്ടെന്ന് സെറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ആണ്. അതായത് അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം വരുമ്പോൾ അവൾ ഓടി നിങ്ങളുടെ അടുത്തേക്ക് മാത്രം വരികയാണ്. അതായത് നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് ആവശ്യത്തിനും, അതിപ്പോൾ അവൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയതാണെങ്കിലും അല്ലെങ്കിലും എന്തൊരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് മാത്രമായിട്ട് ഓടി വന്നിട്ട് നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അതായത് നിങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കുന്നു, നിങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. വേറെ ആരെങ്കിലുമൊക്കെ വന്ന് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഓ നീ ചെയ്യണ്ട, ഇവൻ ചെയ്തോളൂ, നീ പോകാനൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരേക്ക് ഓടിച്ചു വിട്ടിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് മാത്രം. അങ്ങനെ ആരെങ്കിലും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങളുടെ അടുത്തേക്ക് മാത്രമായിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെ വഴക്കൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടാതെ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഗോളാണ്. പ്രേമിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഇതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓപ്പണായിട്ട് അവളോടൊന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് ഒരു ദിവസം വന്നിട്ട് പ്രപ്പോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് വേണം അവൾക്ക് നിങ്ങളോട് വന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും അവൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫ്യൂച്ചർ ഗോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറകെ വരുവാണെങ്കിൽ അവരെ കണ്ടില്ല എന്ന് നടിക്കാതെ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹം? അതായത് എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? ലോങ് ഹെയർ ആണോ, ഷോർട്ട് ഹെയർ ആണോ, പൊക്കം ഉള്ളവരെയാണോ, പൊക്കം ഇല്ലാത്തതാണോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു കല്യാണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ കുട്ടീനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ ഒരു പെൺകുട്ടിക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു കുട്ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവൾക്ക് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി വന്നിട്ട് ഭാവിയിൽ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പെൺകുട്ടിയാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനത്തെ പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചോണം ആ ഒരു കുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടാണ് അവളതൊക്കെ വന്ന് നിങ്ങളോട് ചോദിക്കുന്നത് എന്ന്. ഇനി
ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫാണ്. ഈ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങളുടെ പേരൻസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി ശ്രമിക്കും എന്നതാണ്. ചിലപ്പോൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, നീ എൻ്റെ കാര്യമൊക്കെ നിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഇവളുടെ കാര്യം എൻ്റെ വീട്ടിൽ പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുകയും ചെയ്യും, ഇല്ലടി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് നിൻ്റെ കാര്യം എൻ്റെ വീട്ടിൽ പറയട്ടെ എന്നൊക്കെയാ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, വെറുതെയാടാ, ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ, ഒരു രസം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും ചോദിക്കും, നീ നിൻ്റെ അമ്മയോടോ അച്ഛനോടോ എൻ്റെ പേരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ട് പറയും, ഇനി നീ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കണേ, എനിക്ക് വെറുതെ ഒന്ന് സംസാരിക്കാനാണ്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും, എന്ത് സംസാരിക്കും, എൻ്റെ വല്ല കുറ്റം പറയാനെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അവർ ഇപ്പോഴേ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഭാവിയിലേക്ക് അവർക്ക് ആ ഒരു വീട്ടിലാണല്ലോ താമസിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ നല്ലതാണല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ പരിചയപ്പെട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് നിൻ്റെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവക്ക് എൻ്റെ കുറ്റം പറയാനാണ്, അങ്ങനെ വിചാരിക്കാതെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 6 കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.